ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സുഖമായിട്ടിരിക്കുക, ഹാപ്പിയായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതിനായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എൻ്റെ വീഡിയോസൊക്കെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്ലീസ് സപ്പോർട്ട് മീ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ, ഇംപോസിബിൾ എന്നുള്ള കാര്യം. എല്ലാവരും പറയുന്നുണ്ട് എനിക്കിത് സാധ്യമല്ല. നമ്മൾ അത് ചിന്തിക്കാതെയാണ് നമ്മളത് പറയുന്നത്. കാരണം അതിനൊരു ആക്ഷൻ പോലും എടുക്കാതെ, അതിനൊന്ന് ചെയ്യാൻ പോലും തയ്യാറാവാതെ, അതിന് ചെയ്തു നോക്കാനുള്ളൊരു മനസ്സ് പോലും നമ്മൾ കാണിക്കാതെ പെട്ടെന്ന് നമ്മളെല്ലാവരും പറയുന്നു എടുത്തതും പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഇതെനിക്ക് സാധ്യമല്ല എന്നുള്ളത്. ഇത് ഇംപോസിബിൾ, ഇതൊരിക്കലും നടക്കുന്ന കാര്യമല്ല എന്ന് നമ്മൾ പലരും പറയാറുണ്ടില്ലേ. അങ്ങനെ ചിന്തിച്ച് പല കാര്യങ്ങളും നമ്മൾ മാറ്റി വെക്കാറുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ വേണ്ടാന്ന് വെക്കാറുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പോസിബിൾ എന്ന് പറയുന്നത് ഒരിക്കലും സത്യമായ ഒന്നല്ല എന്നുള്ളതാണ്. കാരണം നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അതിനു വേണ്ടി അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് അറിയുകയുള്ളൂ. കാരണം ഒരു ആക്ഷനും എടുക്കാതെ, ചെയ്ത് നോക്കാതെ നിങ്ങളത് നടക്കത്തില്ല എന്ന് വിചാരിച്ച് നിങ്ങളത് മാറ്റി വയ്ക്കുന്നത് വളരെ വിഡ്ഢിത്തരം തന്നെയാണ്. കാരണം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നടക്കാത്തതായിട്ട് ഒന്നും ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിക്കുക. കാരണം പലരെങ്ങനെയാണ് മടി പിടിച്ചിരിക്കുന്നവരാണ്. കാരണം നിങ്ങൾക്ക് കോൺഫിഡൻറ്റോടുകൂടി നിങ്ങളൊരു കാര്യത്തിലോട്ട് പോകുമ്പോൾ നിങ്ങളോട് മറ്റുള്ളവർ പറയും അത് നടക്കില്ല എന്ന് പറഞ്ഞ് അവരതിനു വേണ്ടി ട്രൈ ചെയ്യാത്തവരാണ്. അതിനുവേണ്ടി മടി പിടിച്ച് താൻ തോറ്റു എന്നുള്ള ഒരു ഇതിൽ ചിന്തിച്ചിട്ട് മാറി നിൽക്കുന്നവർ നിങ്ങളോടുള്ളൊരു അസൂയ കൊണ്ട്, നിങ്ങളും ജയിക്കരുത് എന്നുള്ളൊരു തോട്ട് കൊണ്ട് അവർ നിങ്ങളെ പിറകിലോട്ട് വലിക്കും. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നടക്കാത്തതായിട്ട്, നിങ്ങൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു വാക്ക് ഒരിക്കലും സത്യമല്ല, സാധ്യമല്ല. നിങ്ങൾ വിചാരിച്ചാൽ എന്തും സാധിക്കാൻ നിങ്ങൾക്ക് പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു സ്ഥലത്തോട്ട് പോയി, നമ്മളൊരു സ്ഥലത്ത് പെട്ടുപോയി, നമുക്ക് എങ്ങോട്ട് പോകണം എന്നൊരു ദിശ അറിയുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവിടെ തന്നെ സ്റ്റെക്കായിട്ട് നിൽക്കുമോ? അങ്ങനെ സ്റ്റെക്കായിട്ട് നിന്ന് എന്താ സംഭവിക്കുന്നത്? നമ്മൾ മരണത്തിനെ കാത്തു നിൽക്കുന്ന പോലെ ആയില്ലേ. അപ്പം നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ മുന്നോട്ട് പോകും അല്ലേ. ഇപ്പോൾ ഒരു ഡയറക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല, എങ്ങോട്ട് പോകണം എന്ന് അറിയില്ല, നിങ്ങൾ എന്ത് ചെയ്യും? മുന്നോട്ട് പോകും. ആ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ വഴി തെറ്റിപ്പോകും അല്ലേ. വഴി തെറ്റി നമ്മൾ വേറെ സ്ഥലത്തോട്ടായിരിക്കും ചിലപ്പോൾ ചെന്ന് എത്തുന്നത്. അപ്പോഴും നിങ്ങൾ അവിടെ സ്റ്റെക്കായിട്ട് നിൽക്കുന്നുണ്ടോ? ഇല്ല. കാരണം നിങ്ങൾക്കൊരു കോൺഫിഡൻസ്, നിങ്ങൾ എന്ത് ചെയ്തും നിങ്ങൾക്ക് തിരിച്ച് മടങ്ങി എത്തണം എന്നുള്ള നിങ്ങൾക്കൊരു ചിന്തയുണ്ട്. അത് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? അടുത്ത ഡയറക്ഷൻ എടുക്കുന്നു, അതിലോട്ട് മുന്നോട്ട് നടക്കുന്നു. അങ്ങനെ നിങ്ങൾ തെറ്റി എങ്ങനെ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾ എത്തുന്നില്ലേ? സ്റ്റെക്കായിട്ട് നിന്ന് എന്ത് പറ്റും? അത് നിങ്ങളെ മരണത്തിന് വേണ്ടി നിങ്ങൾ തന്നെ കാത്തു നിൽക്കുന്ന പോലെയാകും. അങ്ങനെ ഒരിക്കലും ആകരുത്. മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. ആ ഡിസിഷൻ നിങ്ങൾ എന്നെടുക്കുന്നു അന്ന് നിങ്ങൾ വിജയിച്ചു. ചിലരുണ്ട് ഒരു കാര്യത്തിലോട്ട് ഇറങ്ങി, അത് പാതി അവർക്ക് ചെയ്തു, ഒരുപാട് പ്രയത്നിച്ച് ചെയ്തു. പക്ഷെ പാതിയിൽ വെച്ച് അവരെന്ത് ചിന്തിക്കുന്നു? ഇനി ഇത് സാധ്യമാവില്ല, ഇനി എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് മാറിപ്പോകും. പക്ഷേ കോൺഫിഡൻ്റുള്ള വ്യക്തി എന്താ ചെയ്യുന്നത്? ആ വില്ലിങ്നെസ്സോട് കൂടി അതിന് വേണ്ടി ഞാൻ ജയിക്കും, എനിക്കുറപ്പുണ്ട്, ഇത് ഇന്നില്ലെങ്കിൽ ഞാൻ നാളെ നേടിയിരിക്കുന്നുള്ള മുന്നോട്ട് തന്നെ അയാൾ പാഞ്ഞുകൊണ്ടിരിക്കും. ആ പാച്ചിൽ തന്നെയാണ് അവരുടെ ലക്ഷ്യസ്ഥാനത്ത് അവരെത്തിയിട്ടുള്ളത്. നിങ്ങളത് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്കൊന്നും പറ്റാത്തത്. കാരണം ഇംപോസിബിൾ എന്നുള്ള വേർഡ് ഒരിക്കലും യാഥാർത്ഥ്യമല്ല, അതൊരു സത്യമല്ല. കാരണം ഇംപോസിബിൾ ആയിട്ട് ഒന്നുമില്ല, എല്ലാം പോസിബിളാണ്. അത് നിങ്ങൾ മനസ്സ് വെച്ചാൽ മാത്രം അല്ലേ. നിങ്ങൾ മനസ്സ് വെച്ചാൽ മാത്രമേ അതൊക്കെ പോസിബിൾ ആവുന്നുള്ളൂ. അപ്പോൾ ആരെ മനസ്സ് വെക്കണ്ടേ? നിങ്ങളാണ്. കാരണം എല്ലാത്തിനുള്ള പരിഹാരം നിങ്ങളുടെ കയ്യിലുണ്ട്, എല്ലാം നേടാനുള്ള കഴിവ് നിങ്ങളുടെ കയ്യിലുണ്ട്, എല്ലാത്തിനുള്ള വഴികൾ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് തുറന്ന് യൂസ് ചെയ്യേണ്ടവിടെ യൂസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള മനസ്സാർക്കാണ് ഉണ്ടാവേണ്ടത്? നിങ്ങൾക്കാണ്. അത് യൂസ് ചെയ്യേണ്ട രീതിക്ക് യൂസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾ എത്തിയിരിക്കുമെന്നാണ്. അപ്പോൾ ഇംപോസിബിൾ എന്ന് പറഞ്ഞൊരു വേർഡില്ല. ഇനി അത് പറഞ്ഞ് നിങ്ങൾ
ആരും ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാതെ ഒരു ആക്ഷനും എടുക്കാതെ മടി പിടിച്ചിരിക്കാതിരിക്കുക. എല്ലാം പോസിബിളാണ്, ബട്ട് നിങ്ങൾ മനസ്സ് വെച്ചാൽ മാത്രം. അപ്പോൾ എനിക്കിതാണ് നിങ്ങളോട് പറയാനുള്ളത്. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോസായിട്ട് കാണാം. ബൈ.